കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമാനതകളില്ലാത്ത സമരമുന്നേറ്റങ്ങൾക്കാണ് രാജ്യതലസ്ഥാനം സാക്ഷിയാകാൻ പോകുന്നത്. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ സമരവുമായി എത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ സമരം നാളെ നടക്കാനിരിക്കെ ഇന്ന് കർണാടക സർക്കാരിന്റെ സമരം ദില്ലിയിൽ നടക്കും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലാണ് സമരം. അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. നാളെ നടക്കുന്ന കേരളത്തിന്റെ സമരത്തിന് DMK, ആം ആദ്മി ഉൾപ്പെടെയുള്ള പാർട്ടികൾ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശരത് ചന്ദ്രനും വിഷ്ണുവും ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സമാനതകളില്ലാത്ത സമര മുന്നേറ്റത്തിനാണ് വിഷ്ണു രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യതലസ്ഥാനത്തേക്ക് സമരവുമായി എത്തുന്നു. കേരളമാണ് ആദ്യം സമരം പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ വഴിയിൽ പിന്നീട് കർണാടകയും തമിഴ്നാടും ബംഗാളും ഒക്കെ എത്തുകയാണ്. ഇതാ കർണാടകയുടെ സമരം ഇന്ന് നടക്കുന്നു. നാളെ കേരളത്തിന്റെ സമരം നടക്കാൻ പോവുകയാണ്. മനു, തീർച്ചയായിട്ടും നാളെയാണ് കേരളത്തിൻ്റെ സമരം നടക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിൽ കർണാടകയുടെ സമരം നടക്കുന്ന ആ ഒരു സമര വേദിയിലാണ്. ഇന്നാണ് കർണാടക കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ കർണാടക സമരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏകദേശം ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. 11 മണിയോട് കൂടി തന്നെയായിരിക്കും ഈ സമരം ആരംഭിക്കുക. നിലവിൽ പ്രിയങ്ക ഖാർഗെ ഉൾപ്പെടെയുള്ളവർ, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് നേതാക്കൾ, അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ 10:30 അല്ലെങ്കിൽ 10:00 ശേഷം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ തന്നെ ശക്തമായിട്ടൊരു സമരവുമായി മുന്നോട്ട് പോകുന്നു. അത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരാണ് ഇപ്പോൾ സമരം ഇന്ന് നടത്തുന്നത്. അതിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം കേരള സർക്കാരാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സമരപ്രഖ്യാപനവുമായി മുന്നോട്ടെത്തിയത്. അതിനുശേഷമാണ് കർണാടക ഈ ഒരു സമരം നടത്തുന്നതിലേക്ക് എത്തിയത്. കർണാടക സമരം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അതേ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് കർണാടകയും ഇവിടെ ഒരു സമരപ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രി സമരത്തിന് നേതൃത്വം നൽകുന്നു, ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, മറ്റ് മന്ത്രിമാർ, MLA മാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളടക്കം ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ടേക്ക് എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളോട് ഇപ്പോൾ ശരത് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ഈ ഒരു സമരം ദില്ലിയിലെത്തിയപ്പോൾ ഈ ഒരു സമരം ദേശീയ തലത്തിൽ ഏത് രീതിയിലായിരിക്കും ഒരു പ്രാധാന്യമുണ്ടാവുക? വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലെ പാർലമെൻറ്റിന് തൊട്ടടുത്തുള്ള ഏറ്റവും അധികം പ്രതിഷേധത്തിന് വേദിയാകുന്ന ജന്തർ മന്ദറിലെ കർണാടക സർക്കാരിൻ്റെ പ്രതിഷേധ വേദിക്കുള്ളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ബോർഡിലേക്ക് നോക്കിയാൽ കാണാം ജസ്റ്റിസ് ഫോർ കർണാടക. ഇത് തന്നെയല്ലേ കേരളവും ചോദിക്കുന്നത്, ജസ്റ്റിസ് ഫോർ കർണാടക. വളരെ പ്രധാനപ്പെട്ട 2 വാചകങ്ങൾ, അവർ ടാക്സ്, അവർ റൈറ്റ്. ഇത് തന്നെയല്ലേ കേരളവും ആവശ്യപ്പെടുന്നത്. വി ഡിമാൻഡ് ഫെയർ ഷെയർ. ഇത് തന്നെയല്ലേ നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കേരളം ആവശ്യപ്പെടുന്നത്. 1.9% മാത്രം നികുതി വിഹിതം കേരളത്തിന് നൽകുമ്പോൾ UP അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വലിയ 17% അടക്കമുള്ള നികുതി വിഹിതത്തിൻ്റെ വളരെ വലിയ അന്തരം നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവേചനപരമായ നികുതി വിഹിതം, അതിൻ്റെ വിതരണം ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശന വിഷയമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കേരളമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു ശരിയായ സമരത്തിൻ്റെ, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമരത്തിൻ്റെ തലം രൂപപ്പെടുത്തിയത്. ആ വഴിയിലേക്ക് വരികയായിരുന്നു ഇപ്പോൾ കർണാടകം ചെയ്തത്. കർണാടകം ജന്തർ മന്ദറിൽ ഈ സമരത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പന്തലാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും കർണാടക മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക ഖാർഗെ ഇവിടെ കാണാനായി, അതുപോലെ രാജ്യസഭാംഗം നാസർ, അദ്ദേഹത്തെ ഇവിടെ കണ്ടു. പല നേതാക്കളും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 10:30, 11 മണിയോടുകൂടിയാണ് കർണാടകയുടെ ഈ സമരം ആരംഭിക്കുക. ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകക്കാരി കൂടിയായിട്ടുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ ഈ പരിപാടിയിലേക്ക്, പ്രതിഷേധത്തിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള കൗതുകത്തിനപ്പുറത്തേക്കുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. കൗതുകകരമായൊരു വാർത്തയായി വേണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയാവുന്നതാണ്. പക്ഷേ ഏറ്റവും ശക്തമായ ഒരു ക്ഷണം സിദ്ധരാമയ്യയിൽ നിന്ന് കേന്ദ്ര നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിക്ക് പോയിട്ടുണ്ട്. കേരളം ഇതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനോട്, പ്രതിപക്ഷത്തോട്, UDF-നോട്, കോൺഗ്രസ് നയിക്കുന്ന UDF-നോട് കേരളത്തിൻ്റെ സമരത്തോടൊപ്പം പങ്കുചേരണം എന്ന ആവശ്യം
ആവശ്യം മുന്നോട്ട് വെച്ചത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ക്ഷണിച്ചതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചത്. അപ്പോൾ സമാനമായ രീതിയിൽ ഏതാണ്ട് 1,60,000 രൂപയുടെ ലഭിക്കേണ്ട പല നിലയ്ക്കും ലഭിക്കേണ്ട പണം ലഭിക്കുന്നില്ല എന്ന പ്രശ്നം ഉന്നയിക്കുന്നു. വരൾച്ച ദുരിതാശ്വാസം പാക്കേജ് കിട്ടുന്നില്ല എന്ന പ്രശ്നം കർണാടക ഉന്നയിക്കുന്നു. ഇതേ തലത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേരളവും. അതായത് കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 1,75,000 കോടിയുടെ വിവിധ ഇനങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ട പണം കിട്ടുന്നില്ല എന്ന പ്രശ്നമാണ് കേരളം ഉന്നയിച്ചിട്ടുള്ളത്. 57,000 കോടിയുടെ അടിയന്തര നഷ്ടം കേരളത്തിന് സംഭവിച്ചിട്ടുണ്ട്. പല നിലയ്ക്കും ഉള്ളത് ലഭിക്കേണ്ടത് പലതും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിവേചനത്തിനെതിരായി കേരളം സമരം ചെയ്യുന്നു. അതുതന്നെ കർണാടകവും ചെയ്യുന്നു. കർണാടകം ഈ പന്തലിലാണ് ഇന്നിപ്പോൾ ഈ പരിപാടിയിലേക്ക് പോകുന്നത്. ഈ വിശദാംശങ്ങളൊക്കെയാണ് നമ്മളിവിടെ നിന്ന് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.